ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നടന്ന അനീതിക്കെതിരെ ലാലേട്ടനോട് എഴുന്നേറ്റ് നിന്ന് ചോദിച്ച ഒരൊറ്റ വ്യക്തിയുള്ളൂ, അത് ഋഷിയാണ്. ഋഷി എഴുന്നേറ്റ് നിന്ന് ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട്, ലാലേട്ട, സിബിൻ ചെയ്തത് തെറ്റ് തന്നെ, പക്ഷെ അതുപോലെ തന്നെ അതിലും വലിയ തെറ്റുകൾ ചെയ്തവരെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് സിബിന് മാത്രം ഇത്ര വലിയ ശിക്ഷ, അവർക്ക് എന്തുകൊണ്ട് ശിക്ഷയില്ല എന്ന രീതിയിൽ ഋഷി ചോദിച്ചു. ഇത് ചോദിക്കാൻ ധൈര്യം കാണിച്ച ഒരൊറ്റ വ്യക്തി ഋഷി മാത്രമേ ഉള്ളൂ. ഋഷി ചോദിച്ച ചോദ്യം വളരെ ശരിയാണ്. കാരണം സിബിൻ ചെയ്തതുപോലെ തന്നെ മോശപ്പെട്ട വാക്കുകൾ അവിടെ ഉപയോഗിക്കുന്ന വ്യക്തി തന്നെയാണ് നമ്മുടെ ഗബ്രിയും ജാസ്മിനും ഒക്കെ. പക്ഷേ സിബിന് മാത്രം ശിക്ഷയും ഗബ്രിക്കും ജാസ്മിനും ശിക്ഷ കൊടുക്കാതിരിക്കുന്നതും ശരിയായൊരു കാര്യമല്ല. അത് ഫേവറിസമാണ്. സിബിന് കൊടുത്ത ശിക്ഷകൾ എന്തൊക്കെയാ വെച്ചാൽ ഒരാഴ്ച നോമിനേഷൻ ഓക്കെയാണ്. പിന്നെ എന്താണ്, പവർ ടീമിൽ നിന്ന് പുറത്താക്കി. പോരാത്തിന് വേറെ ഒന്നുണ്ട്. എന്താണ്, ഒരു വേർഡ് ജിൻഡോട് പറഞ്ഞല്ലോ, കാലേ വാരി നിലത്തടിക്കുമെന്ന് പറഞ്ഞോന്ന് പറഞ്ഞിട്ട്, അതിന് 3 ദിവസത്തെ വെസൽ ക്ലീനിങ് വീട്ടുകാരെ കൊണ്ട് കൊടുപ്പിച്ചു. ഇതൊന്നും ശരിയായ നടപടിയല്ല. അത് കൊടുക്കണമെങ്കിൽ ബിഗ് ബോസിന് നേരിട്ട് കൊടുക്കാമായിരുന്നു. അത് വീട്ടുകാരെ കൊണ്ട് കൊടുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ശിക്ഷ എല്ലാവർക്കും കൊടുക്കണമെങ്കിൽ ഒരുപോലെ കൊടുക്കണം. ജിൻഡോയ്ക്കല്ല, ജാസ്മിനും അതുപോലെ തന്നെ ഗബ്രിക്കും എന്തുകൊണ്ട് ശിക്ഷ കൊടുത്തില്ല? അവരും അതുപോലെ തന്നെ അവിടെ വേർഡ്സ് യൂസ് ചെയ്യുന്നവരല്ലേ. അപ്പോൾ ഇവിടെ ഫേവറിസം കൃത്യമായി നടന്നു.